ഇമാമിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൽ, ഖുർആൻ പാരായണ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണത്തിൽ കേട്ടൊരു ഭാഗമാണ് ഇവിടെ ഒരു ശ്രോതാവോട് ചോദിച്ചിട്ടുള്ളത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇമാമ് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് കൂടി അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് ആ ശ്രോതാവിനോട് പറയാനുള്ളത്? ചോദ്യം നമ്മളിപ്പോൾ കേട്ടതാണ്. മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹ്മഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതായത്, നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? ആമീൻ പറയാനാണ്. പ്രവാചകന്റെ സഹാബാക്കൾ വലിയ ശബ്ദത്തിൽ ആമീൻ പറയും, പള്ളി മുഖരിതമാകുമായിരുന്നു. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നത് ലാ ഉഹിബ്ബു അൻ യജ്ഹറു ബിഹാ എന്നാണ്. ഫാത്തിഹ സൂറത്തിൽ എല്ലാവരും ആമീൻ ഉറക്കെ പറയുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉറക്കെ ആമീൻ പറയാൻ കാരണം? ഷാഫി ഇമാം പറഞ്ഞതിന് എതിരാണല്ലോ, എതിരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ നടത്തുന്നത്. അതേ സ്ഥാനത്ത് മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരു ഇമാമ് ആമീൻ പറയുന്നതിന് ബദൽ ആമീൻ റബ്ബൽ ആലമീൻ അതേപോലെയുള്ള പരാമർശങ്ങൾ പരാമർശിച്ചു കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാവുകയൊന്നുമില്ല, പക്ഷേ അത് നിയമമായി പരിഗണിക്കാൻ വയ്യ എന്നാണ്. ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമസ്കാരം ബാത്തിലായി എന്ന് പറയാനും നിർവാഹമില്ല. എന്നാൽ ലാ ബഅസ, കുഴപ്പമില്ല എന്നേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാവൂ. അദ്ദേഹത്തിന് നമസ്കാരം ബാത്തിലായി എന്ന് നമ്മൾ പറയേണ്ടതില്ല. കുഴപ്പമില്ല, അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ അദ്ദേഹം ചെയ്തു പോയി എന്ന രൂപത്തിൽ കാണാം. പക്ഷെ ഏറ്റവും പുണ്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം എന്താണ്? ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എല്ലാവരും ഉച്ചത്തിൽ ആമീൻ, ഇമാമിൻ്റെ ആമീനോട് യോജിച്ചുകൊണ്ട് ആമീൻ പറയണം. എന്നാലാണ് മലായിക്കത്തിൻ്റെയും ആമീനോട് നമുക്ക് യോജിക്കാൻ കഴിയുക. ഏതായിരുന്നാലും നബിയിൽ നിന്ന് ലഭ്യമായതിൽ മുറുകെ പിടിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇനി ഒരു ഇമാം അങ്ങനെ ചെയ്താൽ അതിനെപ്പറ്റി നമ്മൾ പറയും ലാ ബഅസ്, കുഴപ്പമില്ല, അയാൾ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടാവുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.